നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓഫറാണ്, വലിയ രീതിയിലുള്ള പണം ലാഭിക്കാം എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിൽ വീഴാത്ത മലയാളികളില്ല. പൊതുവെ ഓഫർ ആഡുകളിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന മനുഷ്യരിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് മലയാളികൾ തന്നെയാണ്. പക്ഷെ അത്തരത്തിൽ ആ ആകർഷണത്തിൽ വഴുതി വീണാൽ നിങ്ങൾ ചെന്നുപെടുന്നത് വലിയ ചതിക്കുഴിയിലായിരിക്കും എന്നതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വലിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ആമസോണിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും വിൽക്കപ്പെടുന്ന ചില സിൽവർ ഓർണമെന്റ്സ് അത് ക്യാൻസറിന് വരെ കാരണമായേക്കാവുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആമസോണിലൂടെയും ടിക്ടോക്ക് ഷോപ്പുകളിലൂടെയും വിൽക്കുന്ന വില കുറഞ്ഞ വെള്ളി ആഭരണങ്ങളിലാണ് ഇത്തരത്തിൽ ക്യാൻസറിനും വൃക്കരോഗങ്ങൾക്കും കാരണമായേക്കുന്ന വിഷലോഹത്തിന്റെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ദി സൺഡേ ടൈംസിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാഡ്മിയം എന്ന വിഷലോഹത്തിന്റെ സാന്നിധ്യമാണ് ഇത്തരം ആഭരണങ്ങളിൽ കൂടുതലായിട്ടുള്ളത് എന്നാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ആമസോണിൽ നിന്നും ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ പൊതുവെ ലഭ്യമാകാറുള്ളത് എന്നാണ് വിവരങ്ങൾ. അങ്ങനെ ഇത്തരം ഒരു ആഭരണം വാങ്ങിയ ബിർമിംഗ്ഹാം അസേ ഓഫീസിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കാഡ്മിയത്തിന്റെ അളവ് ഇത്തരം ലോഹങ്ങളിൽ, ഇത്തരം ആഭരണങ്ങളിൽ കൂടുതലായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. ഒന്നാം തരം വെള്ളി എന്ന പരസ്യത്തോടെ 2.99 പൗണ്ട് അഥവാ 386.93 രൂപയ്ക്കാണ് ഇത്തരം മോതിരങ്ങൾ വിറ്റിരുന്നത്. 92.3% കാഡ്മിയമാണ് ഇത്തരത്തിലുള്ള ഓർണമെന്റ്സിൽ അടങ്ങിയിട്ടുള്ളതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. യിൽ കാഡ്മിയം ചേർക്കാൻ നിയമപരമായി നൽകിയിട്ടുള്ള പരിധിയേക്കാൾ 9,000 മടങ്ങ് ഇത്തരം ലോഹങ്ങളിൽ ചേർത്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ടിബറ്റൻ സിൽവർ, 999 സിൽവർ എന്നീ പേരുകളിൽ ഗുയാസാല എന്ന നിർമ്മാതാക്കൾ വിറ്റ ആഭരണങ്ങളിൽ കാഡ്മിയത്തിന്റെ അളവ് 5,000 മടങ്ങ് കൂടുതലായിട്ടുമുണ്ട്. ഡെർവിവിയ എന്ന ഫാഷൻ ബ്രാൻഡ് വിൽക്കുന്ന ആഭരണങ്ങളിൽ കാഡ്മിയത്തിന്റെ അളവ് കൂടുതലാണെന്ന് നേരത്തെ തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയതാണ്. പെർഫോം പേൾസ് എന്ന ബ്രാൻഡിൽ നിന്നും വാങ്ങിയിട്ടുള്ള 925 സിൽവർ എന്ന് പരസ്യത്തിൽ വിറ്റ ബ്രേസ്ലെറ്റിൽ 33% കാഡ്മിയം അടങ്ങിയെന്നാണെന്ന് കണ്ടെത്തിയത്. ഇതും യിൽ തന്നെ നിയമപരമായി പരിധിയിട്ടുള്ള 0.01% ഏകദേശം 3,300 മടങ്ങ് കൂടുതലാണെന്നാണ് വിവരം. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കാവുന്ന വെളുത്ത ലോഹമായ കാഡ്മിയം ശരീരത്തിൽ കാലക്രമേണ അടിഞ്ഞുകൂടുന്നത് ആന്തരികാവയവങ്ങളെ തകരാറിലാക്കുമെന്നാണ് വിവരം. ക്യാൻസർ സാധ്യത കൂടുകയും വൃക്കയുടെ ആരോഗ്യവും അസ്ഥിയുടെ ആരോഗ്യവും തകരാറിലാകുകയും ചെയ്യുന്നതെന്നാണ് വിവരങ്ങൾ. എല്ലാതരം ആഭരണങ്ങളിലും കാഡ്മിയം ഉണ്ടാവില്ല എങ്കിൽ പോലും ഇവ അമിതമായി ഉള്ള ആഭരണങ്ങൾ കുട്ടികളോ മറ്റോ വായിലിടുകയോ വിഴുങ്ങുകയോ ചെയ്താലോ ചർമ്മത്തിലെ മുറിവുകളിലൂടെ ശരീരത്തിൽ പ്രവേശിച്ചാലോ അപകടകരമായിട്ടുള്ള പല രോഗങ്ങളും എത്തിയേക്കും. ക്യാൻസർ, വൃക്കരോഗം പോലുള്ള പല രോഗങ്ങളും ആ ലിസ്റ്റിൽ പെടുന്നവയാണ്. ഓൺലൈനിലൂടെ വിൽക്കുന്ന ആഭരണങ്ങൾ കാഡ്മിയത്തിന്റെ അളവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആമസോൺ പ്രസ്താവന പുറത്തിറക്കി കഴിഞ്ഞു. ഉപഭോക്താക്കളുടെ സുരക്ഷാ ഗൗരവം എടുക്കുന്നുവെന്നും എല്ലാ ഉൽപ്പന്നങ്ങളും നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കപ്പെട്ടുകൊണ്ട് വിൽക്കുന്നവയായിരിക്കണമെന്നുള്ള പ്രസ്താവനയാണ് ആമസോൺ അടക്കം പുറത്തുവിട്ടിരിക്കുന്നത്. അന്വേഷണം നടത്തിയ ശേഷം ഇത്തരം ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. കുറ്റക്കാരായ വിൽപ്പനക്കാരെ വിലക്കിയതായും കാഡ്മിയം ഉയർന്ന അളവിൽ അടങ്ങിയ ആഭരണങ്ങൾ തിരിച്ച് വിളിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളും അറിയിച്ചു. അതേസമയം കാഡ്മിയം അമിതമായ അളവിൽ ശരീരത്തിൽ എത്തുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇവ വൃക്കയിൽ അടിഞ്ഞുകൂടുന്നത് വൃക്കയുടെ പ്രവർത്തനം തകരാറിലാക്കാൻ കാരണമായേക്കും. അസ്ഥികളുടെ ആരോഗ്യം പ്രശ്നമാകുകയും ഓസ്റ്റിയോപെറോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓസ്റ്റിയോമെലേസ് എന്ന് പറയുന്ന തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്കും ഇത് കാരണമായേക്കുമെന്നാണ് സൂചനകൾ. കാഡ്മിയം അടങ്ങിയിട്ടുള്ള വായു ശ്വസിക്കുന്നത് ശ്വാസകോശ തകരാറിലാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനടക്കം കാരണമായി മാറിയേക്കും. കെമിക്കൽ ന്യൂമോനൈറ്റിസ്, ശ്വാസകോശ അർബുദം തുടങ്ങിയവയ്ക്കും ഇത്തരം സാഹചര്യങ്ങൾ വഴിയൊരുക്കുമെന്നാണ് വിവരങ്ങൾ. എന്തായാലും ഫ്രീ ആണ് അല്ലെങ്കിൽ വലിയ കിഴിവുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൽ ചെന്നപ്പെടുന്ന മലയാളികൾ ഉൾപ്പെടുന്ന വലിയൊരു സമൂഹം ഈ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു അല്ലെങ്കിൽ വില കുറച്ച് ലഭിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനത്തിന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം എന്നുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പാടില്ല.